തോമസ് ജെഫേഴ്സൺ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതുന്നതിന് 30 കൊല്ലം മുമ്പ് 1746 സ്ഥാപിക്കപ്പെട്ടതാണ് വിഖ്യാതമായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. അമേരിക്കൻ ഐക്യനാടുകളുടെ 4ാമത്തെ പ്രസിഡൻ്റായിരുന്ന ജെയിംസ് മാഡിസൺ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിൽക്കാലത്ത് അമേരിക്കൻ പ്രസിഡൻ്റായി തീർന്ന വുഡ്രോ വിൽസൺ പൂർവ്വ വിദ്യാർത്ഥി മാത്രമല്ല പൂർവ്വ അധ്യാപകനും സർവകലാശാലയുടെ പ്രസിഡൻറ്റുമായിരുന്നു. അതുപോലെ നിരവധി സുപ്രീം കോടതി ജഡ്ജിമാർ, നൊബേൽ സമ്മാനം കിട്ടിയ നിരവധി ശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ പ്രിൻസ്റ്റൻ്റെ സന്താനങ്ങളാണ്. അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. പ്രിൻസ്റ്റനോട് കിടപിടിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ യെയിൽ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റിയൊക്കെ. ഇവയെല്ലാം കൂടി ചേർത്ത് ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയും, ഐവി ലീഗ് സ്കൂൾസ് എന്ന് പറയും. വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മക്കളാണ് അവിടെ പഠിക്കുന്ന. ആദ്യം നല്ലൊരു ഭാഗം ജൂതന്മാർ കൂടിയാണ്. ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇതിനെ ഫണ്ട് ചെയ്യുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട വ്യവസായികളും വ്യവസായ സ്ഥാപനങ്ങളും പിന്നെ പണമിടപാടുകാരുമൊക്കെയാണ്. അതിൽ നല്ലൊരു ഭാഗം യഹൂദന്മാരാണ്. അങ്ങനെ യഹൂദന്മാരുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് ഐവി ലീഗ് യൂണിവേഴ്സിറ്റികൾ പൊതുവിൽ. അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, അത് ന്യൂജേഴ്സി സംസ്ഥാനത്താണ്. 2019 ആണ്ടിൽ അമേരിക്കയിൽ പോയപ്പോൾ ഞാനും നമ്മുടെ സനീഷ് ഇളയിടത്തും അതുപോലെ MS ശ്രീകലയും കൂടി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. അവിടെ പഠിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ലെങ്കിലും കാണാനുള്ള യോഗമെങ്കിലും ഉണ്ടായി. അതിഗംഭീരമായ ഒരു സ്ഥലമാണ്, അതിഗംഭീരമാണ് അവിടുത്തെ മൊത്തം സംവിധാനങ്ങൾ. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഉപന്യസിക്കാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ സങ്കല്പിക്കുക, അതിഗംഭീരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ അധ്യാപകനായിരുന്നില്ലെങ്കിലും അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ ചെല്ലുകയും ലെക്ചേഴ്സ് നടത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. വുഡ്രോ വിൽസൺ അവിടെ പ്രസിഡൻ്റായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ അതിഗംഭീരമായ ഈ സ്ഥാപനത്തിൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ട ഒരു സംഗതി എന്നെ സ്ട്രൈക്ക് ചെയ്തത്, അവിടെ റോൾ ഓഫ് ഓണറിൻ്റെ അകത്ത് ഒരു മലയാളി പെൺകുട്ടിയുടെ പേര് കണ്ടു. ഞാൻ ആ പേര് മറന്നുപോയി, മലയാളിയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ മലയാളികൾ പോലും അവിടെ ചെന്ന് വെന്നിക്കൂടി പാലിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അന്ന് വലിയ സന്തോഷം തോന്നിയതായിട്ട് ഞാനിപ്പോൾ ഓർക്കും. ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഈ അചിന്ത്യ ശിവലിംഗം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവർ കോയമ്പത്തൂരിൽ ജനിച്ച് ഒഹായോ സംസ്ഥാനത്ത് വളർന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് ഇപ്പോൾ പ്രിൻസ്റ്റണിൽ പഠിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞിരുന്നു, അമേരിക്കയിൽ ഇപ്പോൾ പല സർവകലാശാലകളും വിദ്യാർത്ഥികൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തുകയാണ്, സത്യാഗ്രഹം നടത്തുകയാണ്. ആ കൂട്ടത്തിൽ പ്രിൻസ്റ്റണിലും സമരം നടക്കുന്നുണ്ട്. ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് ഒരു ടെൻറ്റ് കെട്ടി 100-150 വിദ്യാർത്ഥിനികൾ സമരം ചെയ്യുകയാണ്. അവരുടെ ആവശ്യം പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം, ഹമാസിന് അമേരിക്ക പിന്തുണ കൊടുക്കണം, ജോ ബൈഡന് നീതി പാലിക്കണം എന്നൊക്കെയാണ്. ഇസ്രായേൽ എന്ത് ചെയ്താലും പിന്മാറുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിൻ്റെ പുറകിൽ അമേരിക്കയാണ് എന്ന് നമുക്കറിയാം. UN സെക്യൂരിറ്റി കൗൺസിൽ വരെ ആവശ്യപ്പെട്ടു. പക്ഷേ ഇസ്രായേൽ പിന്മാറില്ല. ഇസ്രായേൽ പിന്മാറിയേ തീരൂ എന്ന് പറയാനായിട്ടുള്ള ധൈര്യം ബൈഡനൊട്ടില്ല. ബൈഡൻ പറഞ്ഞാലും നെതന്യാഹു കേൾക്കുകയില്ല. കാരണം ബൈഡനേക്കാൾ ശക്തരായ പിന്തുണക്കാർ ഇസ്രായേലിന് അമേരിക്കയിലുണ്ട്. വളരെ ശക്തമായ സയനിസ്റ്റ് ലോബി അവിടെയുണ്ട്. വാൾ സ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട പണമിടപാടുകാരൊക്കെ യഹൂദന്മാരാണ്. അവരുടെ പണം കൊണ്ടാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്. അവരുടെ പണം കൊണ്ടാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും യേൽ യൂണിവേഴ്സിറ്റിയും മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇവരുടെ ഈ സമരം നടക്കുന്നത്. അപ്പോൾ യഹൂദന്മാരായ വിദ്യാർത്ഥികൾ ആരും ഇനി മേലിൽ കോളേജിൽ പോകരുത്, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നാണ് അവരുടെ മേലധ്യക്ഷന്മാർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കാരണം യഹൂദ കുട്ടികൾക്ക് നേരെ ഇതുപോലെയുള്ള സമരക്കാർ വല്ല അക്രമവും ചെയ്യുമോ എന്ന് പേടിയുണ്ട്. മിക്കവാറും സർവകലാശാലകളൊക്കെ ഓൺലൈൻ ക്ലാസ്സാക്കി, റെഗുലർ ക്ലാസ്സില്ല. അങ്ങനെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ അചിന്ത്യ ശിവലിംഗം എന്ന് പറഞ്ഞ തമിഴ് വംശജയായ പെൺകുട്ടിയെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിക്ക് ടൈഗർ എന്ന ഒരു നിക്നെയിമുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളെയും ടൈഗേഴ്സ് എന്നാണ് പറയുന്നത്. ഇവളാണ് ശരിക്കും പെൺപുലി, നമ്മുടെ അചിന്ത്യ ശിവലിംഗം. ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള അവദാനങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മലയാള പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരും. ഞാനിതിപ്പോൾ ഒരു മുൻകൂട്ടി പറഞ്ഞെന്ന് മാത്രം. തമിഴ്നാട് സംസ്ഥാന സർക്കാർ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി ആദരിക്കാനുള്ള സാധ്യതയുണ്ട്. കോയമ്പത്തൂർ ഇനി മേലിൽ അചിന്ത്യയുടെ ജന്മസ്ഥലം എന്ന പേരിലായിരിക്കും അമേരിക്കൻ ചരിത്രത്തിൽ അറിയപ്പെടുക.
അമേരിക്കൻ ഹിസ്റ്ററിയെ കുറിച്ച് പുതിയ പുസ്തകം എഴുതുന്ന ആൾക്കാരൊക്കെ ഈ അജിന്ത്യയുടെ നേതൃത്വത്തിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വമ്പിച്ച സമരം, അതിൻ്റെ ഫലമായിട്ട് ഹാർവാർഡിൽ, പ്രിൻസ്റ്റണിൽ, യെയിലിൽ ഒക്കെ ഉണ്ടായ വലിയ മുന്നേറ്റം, നവോന്മേഷം, നവോത്ഥാനം, അതിനെക്കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ച് അജിന്ത്യ അങ്ങനെ തോൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ ജാമ്യത്തിലിറങ്ങും. അപ്പോൾ സമരം ഒന്നുകൂടി ഉന്മേഷഭരിതമാകും, ഒന്നുകൂടി ഊർജിതമാകും. അതുകൂടി അവസാനം യഹൂദന്മാർ തൂക്കും. അങ്ങനെ പുഴ മുതൽ കടൽ വരെയുള്ള സ്ഥലം പാലസ്തീന് വിട്ടുകിട്ടും. ഹമാസ് ലോകത്തെമ്പാടും വിജയം പ്രാപിക്കും. നമ്മുടെ നാട്ടിലെ ഹമാസ് പ്രേമികൾക്കും അതുകൂടി സന്തോഷവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും അജിന്ത്യ ശിവലിംഗത്തിൻ്റെ എല്ലാ വിജയവും ആശംസിക്കുന്നു. ഇതിവിടം കൊണ്ട് നിർത്തരുത്. ലോകത്തെല്ലായിടത്തും ഇതുപോലെയുള്ള ജിഹാദ് നടത്താൻ ആളുകൾക്ക് ഉത്തേജനം നൽകാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ ലോക സമാധാനം കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുള്ളൂ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.